ഓണത്തിന് ഞാൻ എപ്പോഴൊക്കെ പൂവിട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ ഒരു 12 മണിയെങ്കിലാവും പൂവിട്ട് തീരാനായിട്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങളുടെ അടുത്ത് അമ്മ പറഞ്ഞു 10:30 ആകുമ്പോഴേക്കും പൂവിട്ട് തീരുവാണെങ്കിൽ ഒരു 1 ലിറ്ററിൻ്റെ ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം വാങ്ങിച്ച് തരാന്ന്. കാരണം ഞങ്ങൾ എഴുന്നേറ്റ് വരുന്നതേ ഒരു 8 മണി സമയമാണ്. ആസ് യൂഷ്വൽ 8 മണി കഴിഞ്ഞ് എണീറ്റ് വന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ വരക്കാനൊന്നും നിന്നില്ല. അപ്പം തന്നെ തോന്നണ പോലെ പൂവിട്ട് തുടങ്ങി. കാരണം 10:30 ആകുമ്പോഴേക്കും ഇത് തീർക്കണമല്ലോ. ഞങ്ങൾ ബുദ്ധിപരമായി തലേന്നേ ഇതൊക്കെ ഉതിർത്ത് വെച്ചത് കൊണ്ട് കൈൻഡ് ഓഫ് പെട്ടെന്ന് തന്നെ സമയത്തിനുള്ളിൽ ഞങ്ങളുടെ പൂവിടൽ പരിപാടി തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മുറ്റത്തൊക്കെ എനിക്ക് തോന്നിയ പോലെ 2-3 പൂക്കളൊക്കെ ഇട്ട് കളിക്കുകയായിരുന്നു. എനിക്ക് സദ്യ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ സോയ ചങ്ക്സിൻ്റെ ബിരിയാണി ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. കൊഞ്ച് ബിരിയാണി വെക്കാനായിരുന്നു എനിക്ക് താല്പര്യമെങ്കിലും എൻ്റെ അമ്മ വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഞങ്ങൾ സോയാബീൻ ബിരിയാണിയിൽ ഒതുക്കി. പിന്നെ പാലട പായസവും വെച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം അച്ഛമ്മേൻ്റെ അടുത്ത് പോകണമായിരുന്നു. അപ്പം ഞങ്ങൾ വേഷ്ടി മുണ്ട് ഉടുത്തിട്ടാണ് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അമ്മയും ഞാനും വേഷ്ടി മുണ്ടും തമ്മിൽ വലിയൊരു യുദ്ധത്തിന് ശേഷം എങ്ങനെയൊക്കെയോ ഉടുത്ത് ഞങ്ങൾ റെഡിയായിട്ട് വളരെ ലേറ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഓൺ ദ വേ വേറെ 2 വീടുകളിൽ കയറാനുള്ളത് കൊണ്ട് തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കസിൻസൊക്കെ മാറി മാറി വിളിക്കുന്നുണ്ടായിരുന്നു എന്നെ എൻ്റെ അനിയൻ്റെ ഒക്കെ ഫോണിൽ. അവർ 3:30 തൊട്ടെന്തോ അവിടെ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു റെഡിയായിട്ട്. ഞങ്ങളെല്ലാവരും പ്ലാൻ ചെയ്തിട്ടാണ് വേഷ്ടി മുണ്ടൊക്കെ ഉടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറേ ഫോട്ടോസ് എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 5:30 ആയിട്ടുണ്ടായിരുന്നു ഓൾറെഡി ടൈം. ഞങ്ങൾ അവിടെ എത്തിയത് തന്നെ ഇവരെയൊക്കെ കൂട്ടി മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിനടുത്തൊരു മ്യൂസിയം ഏരിയ ഉണ്ട്. അവിടെ അത്യാവശ്യം നല്ല സ്പോർട്സ് ആണ്. അപ്പോൾ അവിടെ പോയി കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ച് അപ്പം തന്നെ അങ്ങോട്ടേക്ക് വിട്ടു. കാരണം സൂര്യൻ പോയ സീനാവും, ഫോട്ടോസൊന്നും കിട്ടൂല. എന്തായാലും നമുക്ക് അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പറ്റി. അതിനുശേഷം ഞങ്ങൾ അമ്പലത്തിൽ ഒന്ന് കയറി തൊഴുതിട്ടാണ് വന്നത്. എനിക്കാണെങ്കിൽ ഈ വേഷ്ടി മുണ്ടും അത്രയ്ക്ക് അങ്ങോട്ട് ശരിയാവുന്നേ ഉണ്ടായിരുന്നില്ല. എനിക്കെന്തോ സാരിയാണ് മോർ കംഫർട്ടബിൾ എന്ന് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ എല്ലാവരും പറയുക ഇതുടുത്ത് നടക്കാനാണ് എളുപ്പമെന്ന്. എന്തായാലും ഇന്ന് അച്ഛന് നല്ല ക്ഷമയുണ്ടായിരുന്നു. ഞങ്ങളെ ഇവിടെ ഫോട്ടോസ് എടുക്കാൻ ഡ്രോപ്പ് ചെയ്ത് തിരിച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് പിക്ക് ചെയ്ത് ഇവരെയും ഡ്രോപ്പ് ചെയ്തിട്ടായിരുന്നു ഞങ്ങൾ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഈ സമയമൊക്കെ അച്ഛൻ ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ച് പിന്നെ അച്ഛമ്മേൻ്റെ അടുത്ത് പോയി. അവിടെ ഇളയമ്മേൻ്റെ ഫുഡും പായസമൊക്കെ കുടിച്ചിട്ടാണ് ഞാൻ പിന്നെ തിരിച്ച് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. നല്ലൊരു തിരുവോണം ഡേ ആയിരുന്നു ഇന്ന് എനിക്ക്. അങ്ങനെ ഇക്കൊല്ലത്തെ ഓണവും കഴിഞ്ഞു. എത്ര പെട്ടെന്നാണ് ഓരോ സമയമൊക്കെ ഇങ്ങനെ കടക്കണം അല്ലേ. ഇനി അടുത്ത കൊല്ലത്തെ ഓണത്തിന് നമ്മളൊക്കെ എവിടെയായിരിക്കോ എന്തോ. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ അത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.